യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ചെറിയ വിലയല്ല കർത്താവ് കൊടുത്തത്, വലിയ വിലയാണ്. ആ വില കൊടുത്തത് എന്തിനാണ് ഇന്ന് നമ്മുടെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വരെയും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതിൻ്റെ അകത്ത് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. 7-ാമത്തെ വാക്യം എഫേസ്യൻസ് 2:7. വരും കാലങ്ങളിൽ കർത്താവ് കാണിക്കേണ്ടതിന് നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം, അതാണ് നമ്മൾ ഏറ്റവും ഈ അധ്യായത്തിൽ സന്തോഷിപ്പിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ് താഴോട്ടെല്ലാം. നമ്മൾ മരിച്ചവരായിരുന്നു, കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ചു. അതെല്ലാം പറഞ്ഞിട്ട് വരും കാലങ്ങളിൽ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ലോകത്തോട് മുഴുവനും കർത്താവ് ഈ ന്യായവിധി ദിവസത്തിൽ നമുക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ സന്തോഷം. ഇപ്പോൾ ലോകത്തിലായിരിക്കുമ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മളെ ദൈവമക്കൾ തന്നെ അനേകർ നിന്ദിക്കുന്നുണ്ട്. നമ്മൾ വളരെ ശുദ്ധീകരണത്തോട് നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവമക്കൾ. കൂടുതലും പാസ്റ്റേഴ്സ് പലപ്പോഴും സഭ കളഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ആരാധനയൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവിടെ ഇവിടും കറങ്ങി നടക്കുന്ന, വിദേശ ടൂറൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇടയന്മാർ അല്ലെങ്കിൽ ആൾക്കാരെ ഭവനം സന്ദർശിക്കാൻ വയ്യാതെ അങ്ങനെ ഇങ്ങനെ ഒത്തിരി സഭയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഒരു ഇടയ ശുശ്രൂഷ ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ഒത്തിരി കറങ്ങി നടക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ പറയും, അയ്യോ ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു മീറ്റിങ്സ് കളഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പല ദൈവദാസന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ മാത്രമേ ഉള്ളൂ പാസ്റ്റർ, മൂത്തവർ പ്രായമുള്ളവരാണ് ചോദിച്ചിട്ടുള്ളൂ. കാര്യം അവരുടെ ചിന്ത എന്തുവാ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ മാത്രവും ചെയ്തുകൊണ്ടിരിക്കേണ്ട, പല കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ പല വിഷയത്തിൽ സഭ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ഓടി നടക്കാം. അപ്പം എത്ര പേരാണ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ വേലയിൽ, നീ മാത്രമേ ഉള്ളൂ വിശ്വാസി, നീ മാത്രമേ ഉള്ളൂ, നിനക്ക് മാത്രമേ ഉള്ളൂ ബൈബിൾ അറിയാവുന്നത്. അപ്പം ദൈവമക്കളുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വരുന്നൊരു ചോദ്യമാണ്, ഇത്രയും ശുദ്ധീകരണത്തോടെ നിൽക്കേണ്ടത് എന്തിനാ, ഇത്രയും ആത്മീയരായി തീരും, പിന്നെ നിങ്ങൾ മാത്രം ഒരു കൂട്ടർ ഭയങ്കര ആത്മീയർ. അപ്പോൾ ഇതൊരു നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നത് കർത്താവിന് വേണ്ടി. നമ്മളാരും അങ്ങനെ ഭയങ്കര തീരുമാനമുള്ളവരും വിശുദ്ധരൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ വിളി എന്തുവാ, ശ്രേഷ്ഠമാണ്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇല്ലേ. നമ്മൾ അതിനുവേണ്ടി ഒരു പൊരുത്തപ്പെട്ട ജീവിതം ജീവിക്കാതെ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുകയും കർത്താവ് നമ്മളെ ഓരോ ദിവസവും പണിതുകൊണ്ടിരിക്കുന്ന ആ പണിയുടെ പ്രോസസ്സിലാണ് നമ്മുടെ ആഗ്രഹം. ഒരു നാൾ കാഹള ഊതുന്നതിന് മുമ്പേ ഞാൻ ഹല്ലേലൂയ താനായിരിക്കുന്ന പോലെ ആയാലേ പറ്റൂ, അല്ലെങ്കിൽ കാഹള ഊതുമ്പോൾ കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താവിനോടുകൂടി ചേരുവാനും തൻ്റെ കർത്താവിനെ പോലൊരു ശരീരം പ്രാപിച്ചുകൊണ്ട് മധ്യാകാശത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ അതിന് ഞാൻ യോഗ്യനായി തീരണം. അതിനുവേണ്ടിയാണ് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ. അപ്പോൾ നമ്മളെ ദൈവമക്കളുടെ ഇടയ്ക്ക് നിന്ദിക്കുന്നവരുണ്ട്, കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്ദിക്കുന്നവരുണ്ട്, അവിശ്വാസികൾ നിന്ദിക്കുന്നവരുണ്ട്, ദേശത്ത് നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്, ഫങ്ഷൻസിന് ഒന്നിച്ച് കൂടാത്തതുകൊണ്ട്, ഉത്സവങ്ങൾക്ക് ഒന്നിച്ച് കൂടാത്തതുകൊണ്ട്, അസോസിയേഷനാട്ടെ, നാട്ടുകാരാട്ടെ, ജോലി എന്നവരാട്ടെ, അവരൊക്കെ നമ്മളെ പല പേരുകൾ വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. പലർക്കും, പല ക്രിസ്ത്യാനികൾക്കും, പല വിശ്വാസികൾക്ക് പോലും സ്വർഗീയ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾ അങ്ങ് നിൽക്കുമ്പോൾ പ്രത്യാശയോട് നിൽക്കുന്നവരെ എപ്പോഴും ഒരു നിന്ദയുടെ കണ്ണിൽ കാണുന്നവരുടെ മുമ്പിൽ നമ്മളെ ദൈവം മാനിക്കാൻ പോകുന്നൊരു ദിവസമുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വരും നാളുകൾ, ഇൻ ദി ഏജസ് ടു കം. സ്തോത്രം. ഞാനും എൻ്റെ യേശുവും. ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ കൂടെ എല്ലാ വിഷയത്തിലും എനിക്ക് കൂടാൻ പറ്റാതെ എനിക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൻ്റെ അതിര്, ഐ ഹാവ് മൈ ലിമിറ്റ്സ്. ആ അതിരിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് ലോകത്തോട് ഇടപെടണം. നമ്മളാരും ഇടപെടാതൊന്നും ഇരിക്കാൻ പോകുമല്ല. പൗലോസ് പറയുന്നുണ്ട്, അല്ലെ നമ്മൾ ഈ ലോകം വിട്ട് എന്ത് ചെയ്യണം, പോകേണ്ടതായിട്ട് വരും. ചില ആൾക്കാരുണ്ട് കയ്യും കൊടുക്കാതെ ഒന്നും അങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി ഇടപെടുമ്പോൾ, അയൽവക്കക്കാരോട് വളരെ സ്നേഹത്തോടുകൂടി ഇടപെടുമ്പോൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രമാണമുണ്ട്. പ്രമാണത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, അന്ന് കർത്താവ് എൻ്റെ പേര് വിളിക്കണം, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വിളിക്കുമ്പോൾ അന്ന് ആണ് ലോകം മുഴുവനും അറിയാൻ പോകുന്നത്. അവരൊക്കെ നിത്യത നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഈ വില കൊടുത്തത്, ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഈ നിന്ന് സഹിച്ചത്, അതിനുവേണ്ടി കൃപ തന്നിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നില്ലേ. ആ കൃപ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് താഴോട്ട് 10-ാമത്തെ വാക്യം വായിച്ചാട്ട്.
നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവർ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നമ്മൾ കർത്താവിൻ്റെ എന്തുവാണ്? കൈപ്പണിയാണ്. ഒരു പ്രത്യേക മിഷൻ, ഒരു പ്രത്യേക വിളി. ആ വിളി വേറൊന്നുമല്ല, രാജാവിനോടുകൂടി ഇരുന്ന് പന്തിയിൽ ഇരിക്കുന്നവർ പലരുണ്ട്. അത് നമ്മൾ വചനത്തിൽ കാണുന്നു. നമ്മൾ ആ പന്തിയിൽ ഇരിക്കുവാൻ മാത്രമല്ല, കർത്താവിനോടുകൂടി മണിയറയ്ക്കകത്ത് കയറി കതവടയ്ക്കും. സോ വി ആർ നോട്ട് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബൈബിളിനകത്ത് നമുക്ക് കാണാം. തൻ്റെ സ്നേഹിതർ, പന്തിയിലിരിക്കുന്നവർ. ഇസ്രയേലും വേറെ പല കൂട്ടങ്ങൾ, പല ദേവദാസന്മാർ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ വ്യക്തത ഉള്ളത് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും അങ്ങനെ ഗ്രൂപ്പുകളുണ്ട്, മനസ്സിലാക്കണം. നമ്മൾ സ്നേഹിതരുമല്ല, വെറും പന്തിയിൽ ഇരിക്കുന്നവരല്ല. നമ്മൾ ആരാ? യേശുവിൻ്റെ സ്വന്തം മണവാട്ടി. ജോയിൻ ഹെയർസ് വിത്ത് ക്രൈസ്റ്റ്, കൂട്ടവകാശി. ആ വിളി എത്രയാണ്? യേശുവിൻ്റെ തുല്യമാണ്. നമ്മൾ ഈ വില കൊടുക്കുന്നത്, ഈ പോരാട്ടം സഹിക്കുന്നത്, നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കുന്നത്, ഒത്തിരി വില നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ ഓർത്തോണം, കർത്താവിനോട് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മേൽ. അതുകൊണ്ടാണ് അതിനു വേണ്ടിയാണ്, കർത്താവിൻ്റെ കൈപ്പണിയാണ്. കർത്താവ് മെനയുക നമ്മളെ, കർത്താവ് പണിയുക നമ്മളെ, രാഗി ഷെയ്പ്പ് ചെയ്ത് നിത്യതയിൽ സ്വർഗത്തിൽ ജീവിക്കുവാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുക. എഫെസോസിലെ ദൈവമക്കളെയാണ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അർത്തമീസ് ദേവി ശക്തി ഭയങ്കര കട്ടിയാണ്. പെട്ടെന്നാണ് അവരെ ലോകത്തിലേക്ക് മാറ്റിപ്പോകുന്നത്. ഗലാത്യയിൽ ഇതുപോലുള്ള അന്യാരാധനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വന്നവരെ പെട്ടെന്നങ്ങ് മറ്റൊരു ഉപദേശത്തിലേക്ക് കൊണ്ടുപോയി. എഫെസോസിലെ ദൈവമക്കളെയും ഫിലിപ്പിയരെയും കൊലോസിയയിലെ ദൈവമക്കളെയൊക്കെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ചെറിയ ലേഖനങ്ങളാണെങ്കിൽ ശക്തമായ ലേഖനമാണ്. അവരോട് പറയുക, ഇവിടുത്തെ ഒരു പ്രോബ്ലമാണ് റോമിലൊക്കെ ഉള്ള പോലെ ഇസ്രായേൽ മക്കളുമുണ്ട്. ഇസ്രായേൽ മക്കളിൽ നിന്ന്, യഹൂദരിൽ നിന്ന് വിശ്വാസി വന്നവരുമുണ്ട്, ജാതികളിൽ നിന്ന് വിശ്വാസി വന്നവരുണ്ട്. ഇവർ തമ്മിലൊരു ഭയങ്കര ടഗ് ഓഫ് വാറും പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും 11:12 വായിച്ച്, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കഴിയാനുള്ള പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ ആരൊക്കെയായിരുന്നു? 2 കാര്യമുണ്ട് 11-ാമത്തെ വാക്യത്തിൽ. ഒരിക്കൽ ജാതികളായിരുന്നു, കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റവർ. ആരാണ് ഈ കൈകൊണ്ട് പരിച്ഛേദന ഏറ്റവർ? യഹൂദന്മാർ. എഫെസ്യ ദേശക്കാർ, ജെൻറ്റൈൽസ്. അതിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാരാണ്? ജാതികൾ. അപ്പോൾ 2 കൂട്ടരുമായിരുന്നു നിങ്ങൾ. അന്ന് നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു. ഈ ഇസ്രായേൽ മക്കളുടെ ഒരു ഡാർക്ക് ഏജസ് നമുക്കറിയാമല്ലോ. യെശയ്യാവ്, യെരമ്യാവ്, അല്ലെങ്കിൽ ഹെസ്കേൽ, ദാനിയേലിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ യഹോവയെ ഇല്ലാതെ, അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, കർത്താവ് അവരുടെ മധ്യത്തിൽ വസിക്കാഞ്ഞ ഒരു കാലം, ജാതികളുടെ വഴികൾ നടന്നു. അപ്പോൾ മുമ്പേ നിങ്ങൾ എങ്ങനായിരുന്നു? ദൈവമില്ലാത്തവരായിരുന്നു. പിന്നെ ഇസ്രായേലുമായിട്ട് എന്തായിരുന്നു? ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഒരു നല്ല വാക്കാണ്, യു ആർ ഏലിയൻസ് ബിഫോർ. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ലോകത്തിലെ ജീവികളല്ല, വേറെ ഏതോ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന പോലെ ആ ഒരു പദമാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ ആരായിരുന്നു? കർത്താവിൻ്റെ കുടുംബക്കാരും അല്ല, ഭവനക്കാരും അല്ല, ഈ അല്ലെങ്കിൽ കർത്താവിനോടൊന്നും ചേർന്ന് പോകാൻ പറ്റാത്ത വേറെ ഏതോ രീതി ജീവിച്ചവർ, ഏലിയൻസ്. സ്തോത്രം. നിങ്ങളിപ്പോൾ ആരായിത്തീർന്നു? പ്രത്യാശയില്ലാത്തവർ. പല കാര്യങ്ങളും, ദൈവം ഇല്ലാത്തവർ, വേറെ ഒരു ബന്ധം, കർത്താവുമായി ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവർ, പുറത്തുള്ളവർ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് വാഗ്ദത്തം. വാഗ്ദത്തത്തിന് ഇന്നും സത്യം പറഞ്ഞാൽ വാഗ്ദത്തത്തെപ്പറ്റി ഭയങ്കര പ്രസംഗമാണ്. പ്രോമിസ്. എന്തുവാ പ്രോമിസ്? നിന്നെ ദേശത്ത് മാനിക്കും. ഇതാണോ അംബാനിക്ക് കിട്ടിയ പ്രോമിസാണോ? അദാനിക്കോ അല്ലെങ്കിൽ ഫോബ്സ് ലിസ്റ്റിൽ പേര് വരുന്ന കോടീശ്വരന്മാർക്ക് കിട്ടിയ പ്രോമിസ് ആണോ? അതാണോ പുതിയ നിയമസഭയ്ക്കുള്ള പ്രോമിസ്? ഇസ്രയേലിൻ്റെ പ്രോമിസ് അല്ല പുതിയ നിയമസഭയ്ക്കുള്ള പ്രോമിസ്. ഇസ്രയേലിൻ്റെ പ്രോമിസ് ആ ദേശത്തെ മാനിക്കും. പുതിയ നിയമത്തിൽ യേശുവിന് കിട്ടി ആദ്യം എല്ലാത്തിലും താൻ മുൻപനാകേണ്ട, ദാറ്റ് ഹീ ഷുഡ് ബി ഫസ്റ്റ്. ജീവിതത്തിലും നമുക്ക് മാതൃകയുള്ള ജീവിതം കാണിച്ചു. പുനർദാനത്തിൽ, റിസറക്ഷൻ, അവിടെ എല്ലാം ആദ്യം ആരായിരുന്നു റോൾ മോഡൽ? നമ്മുടെ യേശുവ. ഇസ്രായേൽ അല്ല. ഇപ്പോഴും ഇസ്രായേലിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമൊക്കെ സത്യമായ യഹോവയെ അങ്ങനെ വിളിക്കുന്നത്. എങ്കിലും ഇപ്പം ആരുടെ ദൈവമാണ്?
യാക്കോബിൻ ദൈവം എന്നും നമ്മുടെ കൂടെ ഉള്ളെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ദൈവം എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ ഒരു ബന്ധം. സ്തോത്രം. കാര്യം ആ പദങ്ങളൊക്കെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ പാട്ടുകളൊക്കെ എഴുതി പോയതാണ്. പക്ഷേങ്കിൽ യാക്കോബിൻ്റെ ദൈവത്തേക്കാൾ ഇതാരുടെ ദൈവമാണ്? ഒട്ടും യോഗ്യനല്ല ഞാൻ, എന്നെ വിളിച്ച, എന്നെ സ്നേഹിച്ച, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം എന്നോട് കൂടെ. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ വളരെ വ്യക്തമാണത്. ഇസ്രായേലിൻ്റെയും ദൈവമല്ല, ജാതികൾക്ക് ദൈവമായിട്ട് ബന്ധവുമില്ലായിരുന്നു. പക്ഷേ കർത്താവ് ഒരു പ്രത്യാശ, ഹാവിങ് നോ ഹോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു പ്രത്യാശയുമില്ലാതെ, സ്വർഗത്തിലെ പ്രത്യാശമില്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് അകന്നു പോയി. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ കാലഘട്ടത്തിലെ സഭ, ഈ കാലഘട്ടത്തിലെ പെന്തിക്കോസ്ത് സഭ പോലും ഭയങ്കരമായിട്ട് ഈ പ്രോസ്പെരിറ്റി, ഇവിടെ ഈ ലോകം മുഴുവനും സമ്പാദിച്ചാലും നിൻ്റെ നിത്യത നഷ്ടപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ യേശു ചോദിക്കുക എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് എഴുതി മോഹിക്കാനല്ല. കർത്താവ് എന്തെങ്കിലും തന്നാൽ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യ കാര്യമൊക്കെ തന്നിട്ടുണ്ടല്ലോ, എത്ര നന്ദിയുള്ളവരായി തീരണം. ഇതില്ലാത്ത എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വളരെയധികം ബുദ്ധിമുട്ടിക്കൂടി കടന്നു പോകുന്ന എത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കി എന്നെ കൂടുതൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ എന്തായി തീരണം? ദൈവവേലയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായി തീരണം എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാരൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാഗ്ദത്തമുണ്ട് ബൈബിൾ, അതിൽ നിന്ന് മാറിപ്പോയവർ, പ്രത്യാശ ഇല്ലാതായി പോയവരെ ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുക? 13-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തം. രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. യേശുവിൽ കൂടാണ് നമ്മളെ ദൈവത്തിൻ്റെ അടുപ്പിക്കുന്നത്. പിന്നെ ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ കൂടെ, അല്ലേ? ക്രിസ്തുവിൽ കൂട് രക്തത്താൽ കാര്യം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തോട്. അപ്പം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് ഇപ്പോൾ അടുപ്പിക്കുന്നു. ആരെയാണ് ഓർപ്പിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർപ്പിക്കുക. മറന്നു പോകല്ലേ നിങ്ങൾ ആരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കേണ്ട ആവശ്യം, നമ്മൾ ആരായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കടന്നു വന്ന പ്രോസസ്സ്, ആ സമയത്തൊക്കെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ, നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം. അത് നല്ലതാണ്. ദാവീദ് അങ്ങനെ ഓർക്കുമായിരുന്നു. അത് എഫെസ്യ സഭ മറന്നു പോകാതിരിക്കാൻ ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. കർത്താവിൻ്റെ രക്തത്താൽ. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ ലാസ്റ്റിലൊക്കെ നമ്മൾ വായിച്ചല്ലോ, ഇതെങ്ങനെയാണ്? കൃപയാൽ, ഇത് ദാനമാ. പ്രൈസ്, ആർക്കും ഇതിനകത്ത് പുകഴാനില്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല എന്ന് പറഞ്ഞാണ് ഇവരെ ഓർപ്പിച്ചുകൊണ്ട് 14-ാമത്തെ വാക്യം. ഇനി ഇവിടെ നമ്മൾ കാണുന്നു, ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇവിടെ വലിയൊരു സമാധാനത്തിൽ കൂടെ എന്ത് ചെയ്തു കർത്താവ്? ഇനി എന്തുവാണെന്നറിയാം? ഇരുപക്ഷം. ഇവിടെ പണ്ട് തൊട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് ജാതികളും യഹൂദന്മാരും. ഈ ഇരുപക്ഷത്തെയും കർത്താവ് എന്താക്കി തീർത്തു? ഒന്നാക്കി. നമുക്ക് ദൈവസന്നിധിയിൽ, കാര്യം അതിപരിശുദ്ധ സ്ഥലത്തായിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം. ജാതികൾക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. യഹൂദന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ, ലേവ്യർക്ക് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഈ മതിലുകളെല്ലാം കർത്താവ് എന്ത് ചെയ്തു? എടുത്തു മാറ്റി. ഇപ്പോൾ യഹൂദനില്ല, യവനനില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ തമ്മിലും എന്തുണ്ട്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവർ തമ്മിലും ഞാൻ യഹൂദനാ, ഞാനേതോ കൂടിയതാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആയിരുന്നു ദൈവം, ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കളാ എന്ന് പറഞ്ഞ ഒരു കൂട്ടം റോമിലെ സഭയിൽ ഭയങ്കരമായിട്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ യവനനാണേലും യഹൂദനാണേലും ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ, ഒരു വിശേഷതയില്ല എന്ന് ശക്തമായിട്ട്. അതുകൊണ്ടാണ് പൗലോസിനെ യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത. യഹൂദന്മാർ ദൈവസന്ധി വന്നാലും അവരെ പാരമ്പര്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പൗലോസ് ഒറ്റയടിക്ക്, പൗലോസ് പറഞ്ഞ് നിങ്ങളെക്കാളൊക്കെ പുകഴുവാൻ എനിക്കുണ്ട്. സന്നദ്ധൻ സംഘത്തിൻ്റെ അംഗം കൂടാ, മഹാപുരോഹിതൻ കഴിഞ്ഞ് ആ ഒരു വലിയ കമ്മിറ്റിയുടെ അംഗം കൂടാണ് ഞാൻ. പക്ഷെങ്കിൽ സ്തോത്രം, നീ യവനനാണേലും യഹൂദനാണേലും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇരുപക്ഷത്തെയും ശത്രുത്വം മാറ്റി സമാധാനം. ക്രിസ്തുവിൽ കൂടെ എന്തുവാ സംഭവിച്ച? സമാധാനം. ഈ സമാധാനമൊക്കെ ഉണ്ടോ ദൈവമക്കളെ? ദൈവസഭകൾ, ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നമ്മൾ ചെല്ലുന്നിടത്ത് എന്തുണ്ടാക്കണം? നമ്മൾ ഈ ഇരുപക്ഷത്തെയും ഒന്നാക്കി ക്രിസ്തുവിൽ കൂടെ ഒരു വലിയ സമാധാനം, ആ സമാധാനം അനുഭവിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഈ സമാധാനം എന്ത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ? കൊടുക്കുവാൻ. ഞാനിപ്പം എനിക്കൊരു സമാധാനവും ഇല്ല, ഞാൻ പിരി ഇളകിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, നാടൻ ഭാഷ പറഞ്ഞാൽ പിരി ഇളകിയിരിക്കുന്ന, അതിനെന്തോ അതിന് എന്തെങ്കിലുമൊക്കെ ഭാഷകൾ കാണുമല്ലോ, മൂട് ഭാഗപ്പാട്, ഞാൻ എൻ്റെ മുമ്പിൽ വരുന്നവരുടെയും കൂടെ എന്ത് ചെയ്യും? പിരി ഇളക്കും.
അവരുടെയും കൂടി മൂടി ഞാൻ കളയും. പക്ഷേ എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ, സമാധാനമില്ലാത്തവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഇത് ആരുടെ സമാധാനമാണ്? ക്രിസ്തുവിൽ കൂടുള്ള സമാധാനം. ഇരുപക്ഷത്തെയും ഒന്നാക്കി ശത്രുത്വമെല്ലാം മാറ്റി. നമുക്കിപ്പോൾ ശത്രുത്വം ഒരാളോട് മാത്രമേ ഉള്ളൂ. ആരോടാ? നമുക്ക് ശത്രുത്വം മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല. നമ്മുടെ ശത്രുത്വം ഈ ദേശശക്തിയോടാണ്, കർത്താവിൻ്റെ ശത്രുവിനോടാണ്. 14-ാമത്തെ വാക്യം. വേർപാടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവമക്കൾക്കുള്ള വേർപാടല്ല, ഈ ഒരു സെപ്പറേഷൻ. യഹൂദൻ യെരുശലേം ദേവാലയവും നമ്മുടെ പ്രാർത്ഥനാ ഹോളുമായിട്ട്, അല്ലെങ്കിൽ ഏത് വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനാ കൂട്ടവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. യെരുശലേം ദേവാലയത്തിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അൺസർക്കംസൈസ്ഡ് അല്ലെ, അഗ്രചർമ്മക്കാരും ജാതികൾക്കും ഇവിടെ എന്തില്ല? പ്രവേശനമില്ല. പൗലോസിനെ അടിക്കാൻ പോയതും ഉന്തിക്കൊണ്ട് വലിച്ചു വെളിയിലോട്ട് പോയതും ഒക്കെ ഒരു സംഭവം നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തിയിൽ ആ വാക്യം ഒന്ന് വായിച്ചേ. ഒരു എഫേസ്യനെ അകത്ത് കയറ്റിയിട്ടാണ് ഈ എഫെസോസ് സഭയോട് പറയുക. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി 21-29, ആക്ട്സ് 21-29. എഫേസ്യനായ ത്രോഫിമോസിനെ ദേവാലയത്തിൻ്റെ അകത്ത് കണ്ടപ്പോൾ അവരങ്ങ് നിരൂപിച്ചു, ഇതാരാ കൊണ്ടുവന്നത്? പൗലോസാണ് കൊണ്ടുവന്നത്. അതിനാണ് പൗലോസിനെ തല്ലാനും കൊല്ലാനും ഒക്കെ പോയി വലിയ പ്രശ്നമായിരുന്നു. അന്നുണ്ടായതും അന്നത്തെ ലജ്ജയുടെ അവസ്ഥയും നാണം കെട്ടതും എല്ലാം നമുക്കറിയാം, അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ എഫേസ്യനായ, ഞാൻ ഇന്നലെ അഭാവം ചിന്തിക്കുമായിരുന്നു, എഫേസ്യനായ ത്രോഫിമോസിനെ എവിടെ കണ്ടു? യെരുശലേം ദേവാലയത്തിൽ കണ്ടു. അപ്പം ഒരു ജാതികൻ, ഒരു എഫേസ്യന് അല്ലെങ്കിൽ ഒരു ജാതിയനും ഒരു അഗ്രചർമ്മം അല്ലെങ്കിൽ പരിച്ഛേദന ഏറ്റവർക്ക് മാത്രമേ എവിടെ കയറാൻ പാടുള്ളൂ? യെരുശലേം ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറാൻ പാടുള്ളൂ. അവിടെ പൗലോസ് അതിൻ്റെ അകത്ത് കയറ്റിയെന്ന് വിചാരിച്ചാണ് ഇത്രയും പുകിലുണ്ടാക്കിയത്. പക്ഷെ ആ ശത്രുത്വം മാറ്റി, ഇരുപക്ഷത്തിൻ്റെ ആ ഗ്രൂപ്പിസം എല്ലാം മാറ്റി, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാണേലും, അങ്ങനെയാണ് ഭാരതീയരായ നമ്മളൊക്കെ ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ഇന്ത്യൻസാണ്. വി നോട്ട് ജൂസ്, വി ആർ ഇന്ത്യൻസ്. പുകഴുവാനൊന്നുമില്ല. കർത്താവ് എന്നെ വിളിച്ചതുകൊണ്ട് ദൈവപൈതലായി തീരുവാൻ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശം. To those who believe, he gave them the right to be the children of God. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ റൈറ്റ് കിട്ടിയത്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ വെറും വിശ്വാസത്താൽ, കൃപയാൽ. ആ ഭാഗം എഫേസ്യ സഭയോട് ഞാൻ പറഞ്ഞ, ഈ സഭയ്ക്കകത്ത് തന്നെ ദൈവസന്നിധിയിൽ എല്ലാവരും വരുന്ന സമയത്ത് ഭയങ്കര ദൈവസ്നേഹമാണ്. ഈ സഭയ്ക്കകത്തെ ഐക്യത പോയാൽ പിന്നെ ദൈവസാന്നിധ്യം പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറൻസസ് വരാൻ തുടങ്ങി. യഹൂദന്മാർക്ക് എപ്പോഴും ഉള്ളൊരു കുഴപ്പമാണ്, അവരൊരു പക്ഷമായിട്ട് അങ്ങ് നിൽക്കും. അതാണ് പത്രോസും അവിടെ വന്നപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ്, യെരുശലേമിൽ നിന്ന് വന്ന ദൈവമക്കൾ വന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു? യഹൂദന്മാരോട് പോയി കഴിക്കാൻ തുടങ്ങി. പൗലോസ് ശക്തമായിട്ട് പത്രോസിനെ ആ കാര്യത്തിൽ ശാസിച്ചു, പബ്ലിക്കായിട്ട് ശാസിച്ചു. ആ കാര്യമൊക്കെ നമുക്കറിയാം, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ എഫെസോസ് സഭയിലും കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, ഈ ലേഖനം എഴുതുന്ന സമയത്ത് സഭയിൽ പലവിധ ഗ്രൂപ്പുകൾ, പലവിധ കൂട്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടും. എല്ലാ ലേഖനത്തിലും അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ബി വൺ ഇൻ ദ സ്പിരിറ്റ്, ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ കൂട്ടത്തിലും അവസാനം വരെയും നമ്മൾ ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുവാൻ. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ ജഡത്തിൽ കൊണ്ടുവന്ന്, നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്ന്, കൊച്ചിലേ തൊട്ട് ശീലിച്ച പല ശീലങ്ങളും ചിന്തകളും ഒക്കെ കൊണ്ടുവന്നിപ്പോൾ ബൈബിളിൻ്റെ പ്രമാണമാണ് ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുവാൻ, ഒരു ഡിഫറൻസസും ഇല്ലാതെ നിൽക്കുവാൻ നമ്മുടെ ഈ കൂട്ടത്തെ അവസാനം വരെയും ദൈവം സഹായിക്കട്ടെ. എന്നിട്ടാണ് ഇവിടെ 15-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ക്രൂശ് നിമിത്തമാണ് ശത്രുത്വം ഇല്ലാതാക്കി സമാധാനത്തിൽ ഇരുപക്ഷത്തെയും. പുറത്തു നിന്ന ജാതികളെയും പണ്ട് എബ്രഹാമിൽ കൂടെ ദൈവമക്കളായ യഹൂദന്മാരെയും ഇരുപക്ഷത്തെയും സമാധാനത്തിൽ കൂടെ, ക്രൂശിൽ കൂടെ കർത്താവ് എന്താക്കി തീർത്തു? പുതുമനുഷ്യനാക്കി തീർത്തു. ഇല്ലേ? നമ്മളിപ്പം അതുകൊണ്ടാണ് ഏത് മനുഷ്യരാണെങ്കിലും, ഇഫ് യു ബോൺ അഗെയിൻ, നമ്മൾ പുതുമനുഷ്യനായി തീരുമ്പോഴാണ് നമ്മൾ എന്തായി തീരുന്നത്? കർത്താവിൻ്റെ മക്കളായി തീരുന്നത്, ഒന്നായി തീരുന്നത്. ഇനി നമ്മൾ ആദ്യം ഇവിടെ ഒന്നായി തീർന്നാൽ മാത്രമേ നമ്മളും കർത്താവോട് എന്തായി തീരാൻ പറ്റത്തുള്ളൂ? ഒന്നായി തീരാൻ പറ്റത്തുള്ളൂ. അതാണ് അടുത്ത വാക്യങ്ങൾ. 16-ാമത്തെ വാക്യം, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി
അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരം ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കി എല്ലാവരും ഒന്നാക്കി. 17-ാമത്തെ വാക്യം, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും ഈ ദൂരത്തുള്ളവരും സമീപത്തുള്ളവരും, നിങ്ങൾക്ക് മനസ്സിലായി? ഈ ഭാഗം മനസ്സിലായാലും നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ ദൂരത്തുള്ളവരാരാ? ഒരിക്കലും ദൈവസന്നിധിയിൽ വരുവാൻ അവകാശമില്ലാത്ത ജാതികൾ. സമീപസ്ഥലുള്ളവരാരാ? അവർ ഇത്രയും നാളും പഴയ നിയമ കാലഘട്ടത്തിൽ മുഴുവൻ ദൈവമക്കളായിരുന്നു, ദൈവമക്കളുടെ തലമുറ. പക്ഷേ ഇപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പഴയ നിയമം ഒരു വാലിഡ് പ്രമാണമല്ലാതായി മാറി, അതൊരു ചരിത്രമായി മാറി. അത് യഹോവ എങ്ങനെ ഇസ്രയേലിനോട് ഇടപെട്ടതായി മാറി. റോമാലേഖനത്തിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അത് ആന്യൂൾഡ്, ക്യാൻസൽഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് കർത്താവ് നമുക്ക് ക്രിസ്തുവിൽ കൂടുള്ള ഒരു പുതിയ പ്രമാണം. അവിടെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കാൻ പറ്റുമ്പോൾ ഇവിടെ പ്രവൃത്തി കൊണ്ട് പറ്റത്തില്ല, ഇവിടെ വിശ്വാസത്താൽ മാത്രം. ഇവിടെ ആർക്കും, അവിടെ ലേവ്യന് മാത്രം ശുശ്രൂഷ ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ കർത്താവ് വിളിച്ചിരിക്കുന്ന ആർക്കും, സ്തോത്രം, അവിടെ യഹൂദന് മാത്രം ദൈവസന്നിധിയിൽ വരുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമ്പോൾ പുത്രത്വത്തിൻ്റെ ഒരു ആത്മാവ് നമ്മുടെ മേൽ പകർന്ന് നമ്മളെ യോഗ്യരാക്കി, സ്വപുത്രൻ്റെ ആത്മാവ് പകർന്ന്, ഭയത്തിൻ്റെ ആത്മാവല്ല എന്ന് എഴുതിയിരിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവ് പകർന്ന് ഏത് സമയത്തും ദൈവസന്ധിയിലേക്ക് കഥവ് തുറന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്ധിയിലേക്ക് വന്ന് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കാണിക്കുന്നത്. അത് ഒരു ലേവ്യൻ പോലും അതിപരിശുദ്ധ സ്ഥലത്ത് പോയാൽ ഒരു മഹാപുരോഹിതന് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ. അത് എന്തെങ്കിലും കുറവോടുകൂടി താൻ പോകുവാണെങ്കിൽ മരിച്ച് താഴെ വീഴും. അതാണ് അതിപരിശുദ്ധ. പക്ഷേ ഇന്ന് നമുക്കോ ഏത് ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്തും ഏത് ബലഹീനതയിൽ അറിയാതെ നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഓടി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് എൻ്റെ അപ്പച്ചാ എന്ന് വിളിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരടുപ്പം, ഒരു ബന്ധമാണ് കർത്താവ് സ്തോത്രം തന്നിരിക്കുന്നത്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 18-ാമത്തെ വാക്യം, സ്തോത്രം, ഏകാത്മാവിനാൽ എന്ത് ചെയ്തു? ഇതെല്ലാം നടക്കുന്ന, ഈ പ്രവൃത്തി എല്ലാം നടക്കുന്ന ഇവിടെ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ, ഏകാത്മാവിനാൽ പിതാവിലേക്ക് നമുക്ക് പരിശുദ്ധാത്മാവിനാലായി പണി നടക്കുന്നത്. ഇറ്റ്സ് ബൈ ദ സ്പിരിറ്റ്. ഇവിടെ എല്ലാം അത് എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച്, ഇവിടെ എഴുതിയിരിക്കുന്നത് വി ഹാവ് ആക്സസ് ടു ഗോഡ് ബൈ വൺ സ്പിരിറ്റ്. ഏകാത്മാവിനാൽ, ഒരേ ആത്മാവ്. താഴെ നമുക്ക് പിന്നെയും ഗലാത്യ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കണ്ടത്, എഫേസ്യ ലേഖനത്തിനകത്തൊക്കെ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 4-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം ഒരു വിശ്വാസം, ഒരു പിതാവ്, ഒരു പ്രമാണം, സ്വന്തം ഒരു സത്യം. അപ്പം അവിടെ എല്ലാം നമ്മൾ കണ്ടു. ഒന്നാക്കി തീർക്കുക, നമ്മളെയും ദൈവത്തെയും ഒന്നാക്കി തീർക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതരല്ല, കർത്താവിനോടുകൂടി വിവാഹ സദ്യത്തിലിരിക്കുന്ന ജസ്റ്റ് ആ പന്തിയിലിരിക്കുവാൻ സെലക്റ്റഡ് ആയിട്ടിരിക്കുന്നവരല്ല. ഞാനും ദൈവവും ഒന്നായി തീരുവാൻ. അതുകൊണ്ടാണ് ചെറിയ പണിയല്ല, വലിയ പ്രതീക്ഷയാണ് കർത്താവിൽ. നമുക്ക് പ്രതീക്ഷ എന്തുവാ? ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇന്ന് ദൈവമക്കളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രത്യാശ പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നന്മ പ്രാപിക്കണം, അവരുടെ നന്മയൊക്കെ കണ്ടിട്ട് പലരും പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ടൊന്ന് ചത്താൽ മതി എന്നാണ് പറയുന്നത്. വെറും ജഡീകമായി പോവല്ലേ, വെറും ലൗകികരായി പോവല്ലേ. പിന്നെ നല്ല ലോകത്തിൻ്റെ ചില കാണാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മകളുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ലക്ഷറി ജീവിക്കുവാനുള്ള ആഗ്രഹത്തിലൊക്കെ പല പ്രത്യാശ നഷ്ടപ്പെട്ട ദൈവമക്കൾ ജീവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ ക്വസ്റ്റ്യൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്തുവാ? സ്തോത്രം. ഞാനും എൻ്റെ ദൈവവും ഒന്നായി തീരുവാൻ ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിൽ വരണം. വളരെ പ്രത്യാശയോട് നമുക്ക് ചില ടീച്ചേഴ്സും അല്ലെങ്കിൽ പേരൻസും ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കിക്കണ്ട് ജീവിക്കും. അവരിൽ ആ മാറ്റം വളരെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് കർത്താവിൽ നമ്മളിലുള്ളത്. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് വളരുവാൻ കഴിയുന്നു. നമുക്കിവിടെ ഒരു 100 എക്സ്ക്യൂസാണ് കർത്താവിൽ വളരുവാൻ കഴിയാത്തതിൽ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പറ്റാത്തതിൽ, ദൈവത്തിൻ്റെ ഒരു സാക്ഷിയെ തീരുവാൻ പറ്റാത്തതിന്, ദൈവത്തിന് വേണ്ടി കർത്താവിൻ്റെ വേല ദൈവം ഏൽപ്പിച്ചതുപോലെ ചെയ്യാൻ പറ്റാതിരിക്കുന്നതിൽ ഒരു 100 എക്സ്ക്യൂസ് ആണെങ്കിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, അങ്ങയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാലാണ് ഈ പണി നടക്കുന്നത്. നമ്മളെയും കർത്താവിനെയും ഒന്നാക്കി തീർക്കേണ്ടത്. വീണ്ടും വായിച്ചോ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. ഇനി നമ്മൾ ആരല്ല, അന്യനും പരദേശിയും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പരിശുദ്ധാത്മാവിനാലാണ് ഈ പണി നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാർ. യു ആർ ദ ഫാമിലി ഓഫ് ഗോഡ്. ഇതൊരു ചെറിയ കാര്യമല്ല.
നമ്മൾ ദൈവമക്കളായി തീരുവാന്നൊക്കെ നമ്മൾ മനസ്സിലായെങ്കിലും ഞാനും ദൈവവും ഒരു കുടുംബമായി തീരാൻ പോവാ, കർത്താവിൻ്റെ കുടുംബക്കാരായി തീരുക. അപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു പ്രതീക്ഷയാണ് കർത്താവിന് നമ്മളിലുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ വായിച്ചില്ലേ, ഇനി നിങ്ങൾ അന്യരും പരദേശികളും അല്ല, ദൈവത്തിൻ്റെ ഭവനക്കാർ. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഒരാത്മാവിൽ കൂടാണ് കർത്താവ് ഈ പണി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, ഏകാത്മാവിൽ കൂടെ. ഞാൻ ഒന്നുകൂടെ ഞാനത് അതിനകത്ത് ഒന്ന് ഡീപ്പായിട്ടൊന്ന് കയറിക്കോട്ടെ. ഏകാത്മാവിൽ കൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടി ഈ പണി കർത്താവ് ചെയ്യുമ്പോൾ ഒത്തിരി പണി എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഒത്തിരി ആത്മാവ് വേണം, ഇല്ലേ? കുറച്ച് പണി മതിയെങ്കിൽ ഇപ്പോഴുള്ള അല്പം ശക്തി കൊണ്ടൊക്കെ നിങ്ങൾ തൃപ്തരാക്കി തീർന്നു. ഒത്തിരി പണി എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം എവിടെയൊക്കെ വേണമെന്ന്. ആരും അതിനകത്ത് അഭിനയിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ഞാൻ ആരാന്നും എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആർക്കറിയാം? അവരവർക്കറിയാം. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ. നമ്മൾ ചിലപ്പോൾ സമ്മതിച്ച് തരത്തില്ല, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒട്ടും സമ്മതിച്ച് തരത്തില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ. അതുപോലെ ഇവിടേക്ക് നമുക്ക് ഓരോരുത്തരും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുമല്ലേ, ശക്തമായിട്ട് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ അത് പരിശുദ്ധാത്മാവിനാലായി പണി നടക്കുന്നത്. കർത്താവിൻ്റെ ഫാമിലിയായി തീരുക, കർത്താവിൻ്റെ ഭവനക്കാർ. അപ്പം അല്പം ആത്മാവുള്ളെങ്കിൽ അല്പം പണി നടക്കും, ഒത്തിരി ആത്മനിറ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ ഇനി എന്ത് യൂണിറ്റ് എടുത്തു? 1 കിലോ ചോദിച്ചാൽ 2 കിലോ തരും, 5 കിലോ ചോദിച്ചാൽ 10 കിലോ തരും. നമ്മൾ ചോദിക്കുന്ന എന്തുവാ? പരിശുദ്ധാത്മാവിൻ്റെ അളവ് ഒഴിച്ച് ബാക്കി ലോകത്തിലെ ഒത്തിരി ഭൗമിക വിഷയം നമ്മൾ ചോദിക്കുന്നുണ്ട്. എത്ര പേരെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം, ഞാൻ അങ്ങനെയും ചോദിക്കുന്നില്ല, ഉപവാസത്തോടും പ്രാർത്ഥനയോടുമൊക്കെയാണല്ലോ ദൈവസന്നിധിയിൽ, ഇല്ലേ? ഇന്നലെ വൈകിട്ടും ഇന്ന് പകൽക്കാലമൊക്കെ ഉപസിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഉപസിച്ച് നോക്ക്, ശാരീരിക ക്ഷീണങ്ങളെല്ലാം മാറും. അതൊരു അനുഭവമാണ്. ഉപസിക്കുമ്പോഴൊക്കെയാണ് നമ്മളെ തന്നെ ഒരു സെൽഫ് എക്സാമിനിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒത്തിരി ആത്മാവ് ദൈവമേ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു നിറവ് എന്നിൽ തരണമേ, ഒത്തിരി മാറ്റം ജീവിതത്തിൽ തരാനുണ്ട്. എന്നിട്ടാണ് 19-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ആ സ്ഥാനം. നിങ്ങൾ പണ്ട് ആരായിരുന്നു? അന്യരായിരുന്നു, പരദേശികളായിരുന്നു. ഇപ്പം ആരായി തീർന്നു? വിശുദ്ധന്മാർ, കർത്താവിൻ്റെ ഫെലോ സിറ്റിസൺസ്. നമ്മുടെ സ്ഥാനമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദൈവത്തിനോട് ജോയിൻ ഹെയർസ് അല്ലെങ്കിൽ കൂട്ടവകാശി, സഹപൗരന്മാർ. ദൈവത്തോട് ആരായി തീർന്നു? സ്വർഗത്തിലെ ഒരു പൗരനായി തീർന്നു, യേശുവിൻ്റെ കൂട്ടവകാശിയായി തീർന്നു. പുറത്ത് കിടന്ന ഞാൻ, കാട്ടൊലിവായിരുന്നു ഞാൻ, കയ്പ് ആയിരുന്നു ഞാൻ, ഇപ്പം യേശുവിനോട് കൂടി കൂട്ടവകാശിയും സഹപൗരനുമായി തീർത്തു, കർത്താവിൻ്റെ കുടുംബക്കാരാക്കി തീർത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. 20-ാമത്തെ വാക്യം, ഇതിന് ഒരു പാറ്റേണേ ഉള്ളൂ. അത് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മൂലക്കല്ല് കർത്താവാണ്, ഇതിൻ്റെ മേൽ എന്തുവാന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, കർത്താവിൻ്റെ അഭിഷേകത്തിൽ കൂടും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടും ഒക്കെ കർത്താവ് നമ്മളെ പണിത് വരിക. പെട്ടെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-11 ഒന്ന് വായിച്ചേ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. കർത്താവ് പ്രധാന ശില്പിയാ. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്തുവാ? അതേ അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തരെ പണിയുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പണിക്കാരാണ്. എന്നിട്ട് മറ്റുള്ളവരെങ്ങനെയാണ് പണിയുന്നതെന്ന് ഞാൻ നോക്കണ്ട. നമുക്ക് ലഭിച്ച കൃപയും നമുക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരെ പണിയേണ്ടത്. ഇപ്പോഴുള്ള പൊതുവെയുള്ള ടീച്ചിങ്ങും ഇപ്പോഴത്തെ മെഗാ ക്രൂസൈഡ്സിലെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളും ഇപ്പോഴത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടാൻ വേണ്ടി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ബൈബിൾ ടീച്ചിങ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്നെ ഒരു വിളിയാൽ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ആ വിളി അനുസരിച്ചുള്ള വചനം കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ എഴുതി മറ്റുള്ളവൻ എങ്ങനെ പണിയുന്നത് നോക്കണ്ട. ആ മിനിസ്ട്രി എങ്ങനെ, ആ ചർച്ച എങ്ങനെ, ആ കൂട്ടം എങ്ങനെ നോക്കണ്ട. ഒരു നല്ല പാറ്റേൺ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. മൂലക്കല്ല് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ പോലാണ് നമ്മളെ പണിയേണ്ടത്. അതേ ഭാവം, ഒട്ടും വെളിയിലോട്ട് തള്ളിയോ ഒട്ടും ലോകത്തിലേക്ക് ചാഞ്ഞോ ഒന്നും നിൽക്കാതെ ക്രിസ്തുവിനെ പോലെ. അപ്പം നമ്മുടെ അടിസ്ഥാനം കർത്താവാണ്. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ കറക്റ്റായിട്ട് അങ്ങോട്ട് പണിത് വരുവാനാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ പണിയുന്നത്? പണികൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മൂലക്കല്ല് അങ്ങോട്ട് ഇടുന്നു, ആ പണി അങ്ങോട്ട് കറക്റ്റ് ആകുന്നു. അത് എക്സാക്റ്റായിട്ട് പണിതാൽ മാത്രമേ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത്
കർത്താവ് വസിക്കത്തുള്ളൂ. ആരെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാണെങ്കിൽ എളുപ്പമാണ് രക്ഷിക്കപ്പെടുത്താനും സ്നാനപ്പെടുത്താനും. മേളിൽ സ്നാനറ്റാങ്ക് ഇരിപ്പുണ്ട്, നമുക്ക് വേണം ഇവിടെ ആരെങ്കിലുമൊക്കെ മുക്കി വിടാം. അങ്ങനെ സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല. ചുമ്മാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്താം, നമ്മുടെ കൂട്ടത്തിൽ നിർത്താനല്ല. നല്ല അടിസ്ഥാനത്തിൽ പണിതാൽ അങ്ങനെ നിൽക്കുന്ന ആ സ്പിരിച്വൽ ഹൗസ്, ദൈവത്തിൻ്റെ ഭവനം, അവിടെ മാത്രമേ ആരും വാഴത്തുള്ളൂ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു, എന്നുള്ളത് വായിച്ച്. പ്രൈസ് ദി ലോർഡ്. ജോയിൻലി ഫിറ്റിംഗ് ടുഗെദർ, ഇല്ലേ? യുക്തമായി ചേർന്ന്. ഈ പണി എന്തിനാണ്? ടു ബി എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഗോഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഓരോ കല്ലും ഇത് പല സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ടവരാ, പല കൾച്ചറിൽ ജീവിച്ച്, പല രീതിയിൽ ജീവിച്ച്, പല അവസ്ഥയിൽ ജീവിച്ച്, പല വിശ്വാസങ്ങളിൽ ജീവിച്ച്, പല പാരമ്പര്യ സ്വഭാവമുള്ളവരായിരിക്കും നമ്മളിവിടെ ഇരിക്കുന്ന കല്ലുകൾ ഓരോരുത്തരും. ഈ കല്ലുകളെ കർത്താവിനോട് ചേർത്ത് പണിയുമ്പോൾ, നമ്മുടെ എല്ലാം റോൾ മോഡൽ യേശു ആയതുകൊണ്ട് നമ്മളെല്ലാം ഒരുപോലെ ആയിത്തീരും. ആരെപ്പോലെ? പാസ്റ്ററിനെ പോലല്ല, വേറെ ആരെങ്കിലും പോലല്ല, യേശുവിനെ പോലെ. അപ്പോൾ ആ പണി അങ്ങോട്ട് നടക്കുമ്പോൾ ാണ് ജോയിൻലി ഫിറ്റഡ് ടു, ഒരു ഗ്യാപ്പില്ലാതെ കറക്റ്റായിട്ട് യേശുവിനെ പോലുള്ള ഓരോ കല്ലുകൾ അങ്ങനെ ദേശത്ത് കർത്താവിൻ്റെ ഒരു നല്ല ആത്മീയ ഭവനമായി തീരും. എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഗോഡ്. സ്തോത്രം. നമ്മൾ ഇന്നത്തെ ദൈവസഭകൾ നല്ല ജ്ഞാനമുള്ള കല്ലുകളെ തപ്പിപ്പോകും, നല്ല പണമുള്ള കല്ലുകളെ തപ്പിപ്പോകും. പല ദൈവദാസന്മാരൊക്കെ പറഞ്ഞോണ്ട് ആ ഒരു കുടുംബം ഒരു മുതൽക്കൂട്ടാണ്. എന്തോ അവർ മുതൽക്കൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവദാസന്മാരുടെ ഭാഷയാണ് കേട്ടോ. ഞങ്ങൾ പല പാസ്റ്റേഴ്സൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ഭയങ്കര ഒരു നല്ല സ്പോൺസറാണ് സഭയ്ക്ക്. അതവർ കാശ് മുതൽക്കൂട്ടൊന്നും അല്ല വിഷയം. ഞാൻ കണ്ടില്ല ആ പ്രൊഫസർ അല്ലെങ്കിൽ ആ ഇന്ന ആൾ ആ ഡോക്ടർ അല്ലെങ്കിൽ ലോകത്തിൽ ബഹുമാനിയപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസം സ്ഥാനം അവരൊക്കെ ഞങ്ങളുടെ സഭയിലാണ്, വലിയ ഗമയിലാണ് പറയുന്നത്. ഇങ്ങനെ ബൈബിള് പറയുന്ന കുറച്ച് പണമുള്ള കല്ലുകളും കുറച്ച് ജ്ഞാനമുള്ള കല്ലുകളാൽ പണിയും നല്ല എഴുതിയിരിക്കുന്ന ജീവനുള്ള കല്ലുകളാൽ, അങ്ങനല്ലേ? ആ പത്രോസ് ലേഖനം കൂടെ ഒന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാവും. യെസ്, 1 പത്രോസ് 2:5 ഒന്ന് വായിച്ചേ. ആസ് ലിവിങ് സ്റ്റോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനമുള്ള കല്ലും പണമുള്ള കല്ലും കഴിവുള്ള കല്ലും ആരോഗ്യമുള്ള കല്ലുകളൊന്നുമല്ല, ക്രിസ്തുവിൽ ജീവനുള്ള കല്ല്, ആത്മാവിൻ്റെ ജീവനുള്ള കല്ല്. നിങ്ങൾ ആർത്തില്ലെങ്കിൽ, നമ്മൾ ജീവനോടിരുന്നില്ലെങ്കിൽ കർത്താവ് എന്തുവാ പറയുന്ന? ഈ ഇഷ്ടികൾ ആർക്കും, കല്ലുകൾ ആർക്കും. ജീവനോട് നിൽക്കേണ്ടവർ നിന്നില്ലെങ്കിൽ നഷ്ടം കർത്താവിനല്ല, നഷ്ടം നമുക്കാണ്. അതുകൊണ്ട് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒത്തിരി നാളായില്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ എത്രത്തോളം ജീവനുണ്ട് എന്ന് ആത്മാവ് എന്ന ആ മീറ്റർ വെച്ച് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ ദിവസങ്ങൾ അനേകർ ആത്മാവിൽ മടുത്തു പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ നാളുകൾ പറഞ്ഞ പോലെ ദൈവദാസന്മാർ പോലും ഞങ്ങൾ മടുത്തുപോയി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ എത്ര ഷോക്കിംഗ് ആയിട്ടാണ് ഞാനത് കേട്ടത് കഴിഞ്ഞ ദിവസം. അങ്ങനെ ദൈവദാസന്മാർ പോലും ഞാൻ മടുത്തുപോയി ശുശ്രൂഷയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ജീവനുള്ള കല്ലുകളാണ്. ഈ ജീവനുള്ള കല്ലിൻ്റെ പ്രത്യേകത എന്തുവാ? ഇത് തൊടുന്ന കല്ലുകളൊക്കെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തൊടുന്ന കല്ലുകൾ ജീവിക്കും. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ ഭയങ്കര സാത്താൻ ഇളകും. കാര്യം സാത്താൻ ക്ഷീണിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓരോരുത്തരെ അങ്ങോട്ട് ജീവിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സാത്താനുമായിട്ടായിരിക്കും നേരിട്ട് യുദ്ധം. ഇവിടെ പത്രോസൻ ലേഖനത്തിലും അവിടെ ഓർപ്പിച്ചു, ജീവനുള്ള കല്ലുകളായിട്ട് ഇവിടും. യെസ്, എന്തിനാന്ന് ഒന്നുകൂടി 21, 22 ഒന്ന് വായിച്ചാട്ട്. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളർന്നു നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഇവിടെ എഴുതിയിരിക്കുന്ന ആത്മാവിനാൽ നിങ്ങളെ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടി നിന്നാൽ മാത്രമേ. ഇപ്പോഴത്തെ സഭകളാണെങ്കിൽ എങ്ങനെ ജീവൻ നൽകുന്നതെന്നറിയാം. നിങ്ങൾക്ക് ട്രിക്കൊക്കെ അറിയാം. കുറേ നാളായി, 10-20 വർഷമായി. അടുത്തുള്ള വ്യക്തിയോടൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ജീവൻ ജീവൻ. എന്നിട്ട് ഇത് ചെറിയ മൈക്കാണ്, ഇത് ആ മൈക്കിൽ അത് കറക്റ്റ് കിട്ടും. ഇങ്ങനെ പവർ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോയും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഹോൾ എഫക്റ്റിലോട്ടൊക്കെ ആ പ്രോസസ്സർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നെഞ്ചത്തൊരു ഇടി. സബൂഫറൊക്കെ കുറച്ച് വെച്ചിരിക്കുക. ആരാണ്ട് ഇന്നാൾ താഴെ ഇരിക്കുന്നവർ പറഞ്ഞാൽ 1 ഏതാണ്ട് അത് വെച്ചിരിക്കുക. അതൊക്കെ ഒന്ന് 12 വരെ ഉണ്ട്. അതിന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ പവറിൻ്റെ ഇടി നിങ്ങളുടെ എവിടെ കിട്ടും? നെഞ്ചത്ത് കിട്ടും.
ലാലിമാമയൊക്കെ നോക്കുന്നു. നേരത്തെ പോയിടത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇടിയൊക്കെ കിട്ടിയതാണെന്ന് തോന്നുന്നു. പലയിടത്തും ഉണ്ടോ ഇത്? ആ ഇടിയൊക്കെ അങ്ങോട്ട് ഇമ്പാക്റ്റ് കിട്ടും. സൗണ്ടിന് ഭയങ്കര സൗണ്ട് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബോസിൻ്റെ ഒരു FX പ്രോസസ്സർ ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ഇവരുടെ അവിടെ ഒരു കല്യാണത്തിൽ ചെന്നപ്പോൾ ആ പ്രിയ സഹോദരൻ ഒരു FX പ്രോസസ്സറൊക്കെ ഇട്ട് പാടുന്നതാണ്. ഞാനത് കഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ഏതാണ്. ബോസ് V61 71 ഏതാണ്ട് ഒരു പ്രോസസ്സറിൻ്റെ പേരൊക്കെ പറഞ്ഞു. എന്തൊരു എഫക്റ്റായിരുന്നു. മനുഷ്യന്മാർ ഒരാൾ പറയുന്നത് 10 പേര് പറയുന്ന പോലെ അങ്ങ് തോന്നിക്കുക. അങ്ങനൊരു ഞാൻ അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ അതിൻ്റെ വില 75,000 രൂപ. ജസ്റ്റ് ഒരു കുഞ്ഞു സാധനം, അതിൻ്റെ വില 75,000 രൂപ. അപ്പം ഇതൊക്കെ ട്രിക്കാ. ഇങ്ങനൊന്നും പറഞ്ഞ് പവർന്നൊന്നും പറഞ്ഞ് ജീവൻ നൽകാൻ പറ്റത്തില്ല. ഇവിടെ ക്രിസ്തുവിൻ്റെ ജീവൻ വരണമെങ്കിൽ കർത്താവിനോട് അടുപ്പം വേണം, കർത്താവിനോടൊരു ആത്മാർത്ഥത വേണം, കർത്താവിനോടൊരു സ്നേഹം വേണം, ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും വേണം. ഇത് ബാലിൻ്റെ പ്രവാചകന്മാർ അമറുന്ന പോലെ അമറുമ്പോൾ കിട്ടുന്നതല്ല, ഇത് ചാടുമ്പോൾ കിട്ടുന്നതല്ല. ഇത് ഏലിയാവിനെ പോലെ ആ വീണ കല്ലുകൾ എടുത്തൊന്ന് നേരെ വെച്ച് പ്രമാണങ്ങളൊക്കെ ഒന്ന് കറക്റ്റായി ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും വരുമ്പോൾ യഹോവയുടെ തീ ഇറങ്ങുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ അങ്ങനെ തീയായിട്ട് നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെ ജാതികളുടെ എത്ര അന്യാരാധന ഏത് മൂർത്തിയെ സേവിക്കുന്നവരായിക്കോട്ടെ അവരുടെ അടുത്തോട്ട് ചെന്ന് സഹോദര സ്തോത്രം എന്ന് പറയുമ്പോൾ, അല്ലേ സഹോദര നിനക്ക് സമാധാനം ശാലോം എന്നൊന്ന് പറയുമ്പോൾ ഹല്ലേലൂയ തീ അങ്ങോട്ട് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിറവിൽ നിൽക്കണം നമ്മൾ. ഒരു അന്യദേശശക്തിയും നമ്മൾ വരുന്നു എന്ന് അറിയുമ്പോൾ ആ ഭവനത്തിൽ പ്രവേശിക്കുന്നു എന്ന് അറിയുമ്പോൾ സൈഡിൽ കൂടെ ഓടും. അല്ലാതെ നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തുവാ തെളിയിക്കുന്നത്? നമ്മുടെ ജീവൻ കുറവാണ്. കർത്താവ് പറയുന്നത് ജീവനുള്ള കല്ലുകളായിട്ട്, ഈ എറണാകുളം പട്ടണത്തിൽ നമ്മളൊരു ചെറിയ കൂട്ടമാണെങ്കിലും ജീവനുള്ള കല്ലുകളായിട്ട് കർത്താവിന് വേണ്ടി ആത്മാവിൻ്റെ നിറവോട് നിൽക്കാൻ ജീവിതത്തിൽ വിശുദ്ധ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പെട്ടെന്ന് 2 കൊരിന്ത്യർ 6:17-18 ഒന്ന് വായിച്ചാട്ട്. 2 Corinthians 6:17-18. ലേവ്യ പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇസ്രയേലിനോട് പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും എടുത്ത് ആവർത്തിച്ചിരിക്കുന്നത്. അവരുടെ come out from among them, be separate and I will dwell among you. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ജീവിക്കണമെങ്കിൽ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണമെങ്കിൽ അവരുടെ മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടം, നമ്മൾ ജാതികളുടെ മധ്യത്തിൽ നിന്ന് പണ്ട് വേർപെട്ടതാ. ഇപ്പം നിൽക്കുന്ന ഒരു കാലഘട്ടം ഈ ദൈവമക്കൾ എന്ന് പറയുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ മധ്യത്തിൽ. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് എല്ലാവരും പോകുന്ന ട്രെൻഡിൽ എന്തുവാ സത്യം എന്നും എന്തുവാ സത്യമല്ലാത്തതെന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരവസ്ഥ. ഇവിടെ എന്തുവാ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ച അവരുടെ മധ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോയി നിൽക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവമക്കൾ എന്ന് പറയുന്ന, അല്ലെ പെന്തിക്കോസുകാരനോ ഏത് കാരനോ വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആ വലിയൊരു ബോൺ അഗെയിൻ ഗ്രൂപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് എല്ലാവരും വളരെ ലിബറലായിട്ടും വളരെ പ്രോസ്പെരിറ്റിയും വളരെ ലോകത്തിന് ഫോക്കസ് കൊടുത്തുള്ള പ്രവചനങ്ങളും പ്രസംഗങ്ങളുമായി തീരുമ്പോൾ ഇവിടുത്തെ നന്മ ഇവിടെ മാനിക്കും, ഇവിടെ വാഴും, ഇവിടെ ഉയർത്തും, ഇവിടെ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പോഷത്വവും ദുരുപദേശവും അന്ത്യനാളിലെ ഉപദേശം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ വചനം എന്തോ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കൊരിന്ത്യ സഭ അങ്ങനെയൊക്കെ പോയ സമയത്ത് എന്തോ സംഭവിച്ചെന്നറിയാം? ജാതികൾ കേട്ടാൽ ഞെട്ടുന്ന പാപം വരെയും സഭയ്ക്കകത്തുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ജീവനുള്ള കല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നു. എത്ര വിശുദ്ധിയോട് നിന്നിട്ടാണ് അവർ കഷ്ടപ്പെട്ട കൃപാവരങ്ങളൊക്കെ നമ്മളിവിടെ ഒരു കൃപാവരം പ്രാപിക്കാൻ കുറേ നാളായിട്ട് നോക്കുക. കർത്താവ് ഏൽപ്പിക്കുന്നില്ല. ഏൽപ്പിച്ചെങ്കിൽ തന്നെ ഒന്നൊക്കെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വലിയ പാട്. അവിടെയാണെങ്കിൽ ഒരു കൃപാവരത്തിൽ. അപ്പോൾ അവരെ ഒരു കാലത്ത് എത്ര ജീവനോടുകൂടിയും വേർപാടോടും വിശുദ്ധിയോട് നിന്ന അവരെയാണ് സ്ലോലി അവർ പോലും അറിയാതെ കോംപ്രമൈസ് ചെയ്തില്ലേ? സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ആരുണ്ടേലും ആരില്ലേലും ഒരു കുഴപ്പമില്ല. ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കണം. ശക്തരായി നമ്മൾ നിൽക്കുമ്പോൾ ഈ അമാലേക്കർ വന്ന് അറ്റാക്ക് ചെയ്തത് ഇസ്രയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവരെയും ക്ഷീണമുള്ളവരെയും പുറയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും ഒക്കെ അറ്റാക്ക് ചെയ്തു. അതിന് യഹോവ അമാലേക്കിനെ നശിപ്പിച്ചു, അത് വേറൊരു കാര്യം. പക്ഷെങ്കിൽ ഈ ക്ഷീണമുള്ളവർ എപ്പോഴും ഇച്ചിരി പുറയിലായിരിക്കും നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി മുമ്പിൽ നിൽക്കുവാൻ കഴിയാതിരിക്കും.
അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മീയ നമ്മുടെ ഈ കുടുംബത്തിലുള്ളവർ തന്നെ ആരും ക്ഷീണിച്ചു പോകാൻ, പലരുടെ മേലൊക്കെ വളരെ ശക്തമായ അറ്റാക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ നിങ്ങളോട് വ്യക്തിപരമായി പറയുന്നത്. ഈ അറ്റാക്കിലൊക്കെ മടുത്തു പോകുന്നു പലരും. ആരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പരുന്തും വന്നിട്ട് ഒരു കർത്താവിൻ്റെ മുത്തിനെയും രാഞ്ചിക്കൊണ്ട് പോകുവാൻ അനുവദിക്കൽ. എപ്പോഴും ഒരു പ്രാർത്ഥനാ വലയത്തിൽ നിൽക്കുവാൻ നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ കണ്ടില്ലേ, അവരുടെ മധ്യത്തിൽ നിന്ന്, ഈ വലിയ കൂട്ടത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നിന്ന് ഒരു ചെറിയ കൂട്ടമായിട്ട് നിൽക്കാനല്ല എഴുതിയിരിക്കുന്നത്, വിശുദ്ധിയോടുകൂടി വേർപാടോട് നിൽക്കുവാൻ, ജീവനുള്ള കല്ലുകളായിട്ട് നിൽക്കാം. സ്തോത്രം. ദൈവമക്കളെ, അല്പകാലം കൂടെയുള്ളൂ. നമ്മൾ അത്യാവശ്യം ലോകമൊക്കെ ഒന്ന് രുചിച്ചറിഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർ നമ്മളൊക്കെ എന്ത് ചെയ്തു? വി ഹാവ് ടേസ്റ്റഡ് ദ വേൾഡ്. അത്യാവശ്യം ലോകത്തിൻ്റെ സന്തോഷവും സുഖവും ലക്ഷറിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു? ഇനി ആർക്കും പറയാൻ പറ്റത്തില്ല. ആരും ഇവിടെ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലോ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലോ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒന്നും ലഭിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോ ഒന്നുമല്ല. കൃപയാൽ ദൈവം ഇതൊക്കെ ഒന്ന് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ. പക്ഷേ നമ്മുടെ മനസ്സ് ഇനി കൂടുതൽ ലോകം എന്ന് പോയാൽ അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാ വിട്ടുപോകും, ജീവൻ പോകും. ലെറ്റ് us be living stones. ഹല്ലേലൂയ. ഈ ജീവൻ പ്രാപിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും പ്രമാണത്തിന് വേണ്ടി നിൽക്കാം. മനുഷ്യനെ സന്തോഷിപ്പിക്കാതെ ദൈവത്തിനെ സന്തോഷിപ്പിച്ച് നിൽക്കാം. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ കപടഭക്തി ഒരു വലിയ പ്രോബ്ലമാണ്. എനിക്ക് തന്നെ ഒരു ആത്മീയമാണ്, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ഒരു ആത്മീയമായിട്ട് തോന്നുന്ന ഒരു അനുഭവം വരുവാണെങ്കിൽ അത് വലിയ ഡേഞ്ചറാണ്. അത് വീഴ്ചയുടെ ആരംഭമാണ്. അതുകൊണ്ട് അങ്ങനും വരല്ലേ. ഈ വെളിച്ചം വരുമ്പോൾ ഈ മുറിയിൽ ഒത്തിരി പൊടിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ വളരെ ഡിം ലൈറ്റ്സാണ്. ഇതൊക്കെ വെറും ചെറിയ ലൈറ്റാണ്. ഇവിടെ ഒരു ഫ്ലഡ് ലൈറ്റ് മേളിൽ ഇരിപ്പുണ്ട്, നമ്മൾ പരസ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അതൊന്നും പോരാ. മെറ്റൽ ഹാലൈറ്റ് ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് കത്തിക്കണം. ഇവിടെ ഒരു 2500-3000 വാട്ട്സിൻ്റെ ഒരു 10 മെറ്റൽ ഹാലൈഡൊക്കെ അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ മുറിക്കകത്ത് കറങ്ങി നടക്കുന്ന പൊടി നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം വരുമ്പോൾ കുറവുകൾ വെളിപ്പെടും. കൂടുതൽ വെളിച്ചം വരുമ്പോൾ, വചനത്തിൻ്റെ വെളിച്ചം അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരേണ്ട മാറ്റം പരിശുദ്ധാത്മാവ് വെളിച്ചത്തിലെല്ലാം വ്യക്തമാവും. എവറിത്തിങ് വിൽ ബി ക്ലിയർ ഇൻ ലൈറ്റ്. അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവെ കൂടുതൽ വെളിച്ചം എന്നിൽ തരണമേ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറവുകൾ വെളിപ്പെടട്ടെ. സാത്താൻ പമ്മിയിരുന്ന് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഏരിയകൾ വെളിപ്പെടട്ടെ. അത് വെളിച്ചത്തിൽ വെളിപ്പെടുമ്പോൾ എന്ത് വരും? ഈ ലൈറ്റ് ഓണാക്കും, പല്ലിയും പാറ്റയൊക്കെ ഓടുന്ന കണ്ടിട്ടില്ലേ? എല്ലാം ഓടിപ്പൊക്കോളും. അവിടെ പാത്തിരിക്കാൻ പിന്നെ പിശാചിനും അവൻ്റെ ഐറ്റംസിനും അവിടെ പറ്റത്തില്ല. അതുപോലെ വെളിച്ചത്തിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ദൈവം നമ്മളെ സഹായിക്കും.